ആദിവാസികളെ ആശുപത്രിയിൽ എത്തിച്ചതായി വ്യാജരേഖ ചമച്ച് വാഹന വാടക ഇനത്തിൽ കോൺഗ്രസ് നേതാവ് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ കൽക്കുളം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനെതിരെയാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ പരാതി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ സമിതി പട്ടികജാതി ക്ഷേമ മന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ആദിവാസികളെ ആശുപത്രിയിലെത്തിച്ചതായി വ്യാജരേഖയുണ്ടാക്കി ഓട്ടോറിക്ഷ വാടകയിനത്തിൽ ഉണ്ണികൃഷ്ണൻ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ പരാതി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ആദിവാസികളെ എത്തിച്ചെന്ന് കാണിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കാരപ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ഓരോ ട്രിപ്പിനും 1300 വീതം രൂപ ഈടാക്കിയെന്നാണ് വ്യാജരേഖയിലുള്ളത്. എന്നാൽ ഈ റൂട്ടിൽ 400 മുതൽ 700 വരെയാണ് സാധാരണ ഓട്ടോറിക്ഷ വാടക. ഒരു ദിവസം 3 തവണ വരെ യാത്ര ചെയ്തതായി രേഖയുണ്ടാക്കിയാണ് ഇയാൾ പണം തട്ടിയത്. മൂത്തേടം പഞ്ചായത്തിലെ കാരപ്പുറത്ത് നിന്ന് തൊട്ടടുത്തുള്ള കരുളായി പഞ്ചായത്തിലെ മൈലമ്പാറ ആദിവാസി നഗറിലേക്കും നിരവധി ട്രിപ്പുകൾ നടത്തിയതായി കാണിച്ച് പണം കൈപ്പറ്റിയിട്ടുണ്ട്. 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലത്തേക്ക് പോലും വലിയ തുക ഈടാക്കിയിട്ടുണ്ട്. 2024 ആദ്യ 5 മാസത്തിൽ മാത്രം 2.5 ലക്ഷം രൂപയോളമാണ് ഓട്ടോറിക്ഷ വാടക ഇനത്തിലായി ഉണ്ണികൃഷ്ണൻ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. ആദിവാസികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് ഞങ്ങൾ ഇതൊന്ന് പരിശോധിച്ചത്. അപ്പോൾ സർക്കാർ ഫണ്ടുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് ആശുപത്രികൾക്ക്. പക്ഷെ ആശുപത്രിയിൽ നിന്ന് തെറ്റായ രീതിയിൽ ചില വാഹന ഉടമകൾ ഇതിനെ ചൂഷണം ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ വകമാറിപ്പോയിട്ടുള്ളത്. ഇതുമൂലം യഥാർത്ഥത്തിൽ ആദിവാസികളെ ആശുപത്രിയിലെത്തിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് കൃത്യമായ പണം ലഭിക്കാറില്ല. ഓട്ടോറിക്ഷ ഒരു കിലോമീറ്റർ ഓടുന്നതിന് 22 രൂപ 50 പൈസയാണ് ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ വാങ്ങുന്നത് ഒരു കിലോമീറ്ററിന്. അത് കൊണ്ടുപോയി തിരിച്ച് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ 30 രൂപയാണ് ചാർജ്. പിന്നെ വെയിറ്റിങ്ങിനനുസരിച്ച് വെയിറ്റിങ്ങിൻ്റെ ചാർജ് വേറെയാണ്. കിട്ടാൻ എനിക്കൊരു 4 ട്രിപ്പിൻ്റെ പൈസ എനിക്ക് കിട്ടാണ്ട്. ചെമ്മന്തിട്ട ഇവിടെ മേലക്കാരോട് കോളനിയിൽ നിന്ന് കൊണ്ടുപോയതാണ്. പൈസ കയറിയിട്ടില്ല. അവര് ഞങ്ങളെ ഡയറക്റ്റ് വിളിക്കുകയാണ് ചെയ്യുക. രോഗികളെ വിളിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ പോയി നമ്മുടെ ട്രിപ്പ് സീറ്റും വണ്ടിൻ്റെ ബുക്കും പേപ്പറിൻ്റെ കടലാസുകളും പിന്നെ ഡോക്ടറെ ഒപ്പിച്ചിട്ടും പിന്നെ വെച്ച് അവിടെ ഓഫീസിൽ കൊടുത്തു. ആദിവാസികളെ ആശുപത്രിയിലെത്തിക്കുന്ന വാഹനങ്ങൾക്ക് പണം ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് ആദിവാസി ക്ഷേമ സമിതി ഭാരവാഹികൾ വിവരാവകാശ അപേക്ഷ നൽകിയത്. വിവരാവകാശ രേഖയിൽ ഉണ്ണികൃഷ്ണൻ 1.5 ലക്ഷം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ സമിതി പട്ടികജാതി ക്ഷേമ മന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.